എന്നോട് കുറച്ച് പേര് ചോദിക്കാറുണ്ട് എങ്ങനെയാ ഈ ദോശമാവ് ഈ തണുപ്പത്ത് പൊങ്ങുന്നതെന്ന്. ഇന്ന് നമുക്കത് കാണാം കേട്ടോ. ഈ ഒരു ഗ്ലാസിന്റെ അളവാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. വൈറ്റ് റൈസ് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. ഞാൻ ഈ അരിയാണ് ഉപയോഗിക്കുന്നത്. അരി 3 കപ്പ്, ഉഴുന്ന് 1 കപ്പ്, പരിപ്പോടേക്കൊക്കെ ഉപയോഗിക്കുന്ന ചനടലില്ലേ അത് 1/2 കപ്പ്, സാമ്പാർ പരിപ്പ് 2 ടേബിൾ സ്പൂണ്, ഉലുവ 1 ടേബിൾ സ്പൂണ്. ഇതുപോലെ നന്നായി ഒരു 3-4 വട്ടം കഴുകി മാറ്റണം കേട്ടോ. എന്നിട്ട് വെള്ളം ഇതുപോലെ തെളിഞ്ഞു നിൽക്കണേ. ഇതിനൊപ്പം അരയ്ക്കാൻ വേണ്ടിയിട്ട് 1 ഗ്ലാസ് ചോറ് അല്ലെങ്കിൽ കുതിർത്ത് വെച്ചേക്കുന്ന അവലെടുക്കണേ. ഈ കുതിർത്ത് വെച്ചേക്കുന്ന വെള്ളം ഉണ്ടല്ലോ അതെടുത്ത് കളയരുത് കേട്ടോ. ആ വെള്ളം വെച്ച് തന്നെ വേണം നമ്മൾ ഈ അരി അരച്ചെടുക്കാനേ. അരി അരച്ചിട്ടുണ്ടല്ലോ ഇതുപോലെ നമ്മുടെ കൈ വെച്ചോ അല്ലെങ്കിൽ തവി വെച്ചോ നന്നായി ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ നമ്മുടെ ഈ ഓവനകത്തോട്ടാട്ടോ വെക്കുന്നത്. പ്രീ ഹീറ്റ് ഒന്നും ചെയ്യൂല. 8 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്താൽ ഇതുപോലെ നല്ല സൂപ്പറായിട്ട് പൊങ്ങിയ ദോശമാവ് നമുക്ക് കിട്ടും കേട്ടോ. ഇത് ഈ പരിപ്പിൻ്റെ എഫക്റ്റ് ആട്ടോ. ഞാൻ കുറേ നാൾ പരിപ്പൊന്നും ഇടാതെ സാധാരണ നമ്മൾ അരയ്ക്കുന്ന പോലെ ഞാൻ അരച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതുപോലെ മാവൊന്നും എനിക്ക് പൊങ്ങി കിട്ടിയിട്ടില്ല കേട്ടോ. ഇതുപോലെ നല്ല ദോശ എനിക്ക് കിട്ടിയിട്ടില്ല. ഇതുപോലെ പരിപ്പൊക്കെ നമ്മൾ ദോശയ്ക്കകത്ത് ഇട്ടാൽ പ്രോട്ടീൻ കണ്ടന്റും കൂടുതലായിരിക്കും. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത്. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിട്ട് വെക്കുക അല്ലെങ്കിൽ ചൂടുവെള്ളത്തിനകത്തോട്ട് മാവ് എടുത്ത് വെക്കുക, അങ്ങനെയൊക്കെ വെക്കുക. എനിക്ക് പേടി കേട്ടോ. നമ്മുടെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു ടൊട്ടലിയായിട്ട് കിട്ടുമോ എന്ന് എനിക്കൊരു പേടി. അതുകൊണ്ട് ഞാൻ ഇതുവരെ അതൊന്നും പരീക്ഷിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ ഇതുപോലെ പരിപ്പൊക്കെ ഇട്ട് ഞാനിത് ഉണ്ടാക്കി തുടങ്ങിയ പിന്നെ ഞാനിത് തിരിഞ്ഞു പോക്ക് പോയിട്ടില്ല കേട്ടോ. കാരണം അടിപൊളിയായിട്ട് അതുപോലെ നന്നായിട്ട് നമുക്ക് ദോശമാവ് വെറും 8 മണിക്കൂർ കൊണ്ട് നമുക്ക് പൊങ്ങി കിട്ടും കേട്ടോ. ദോശ മാത്രമല്ല നല്ല പൂ പോലത്തെ ഇഡലിയും പൊങ്ങി കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ.